തൃശൂരും പാലക്കാട്ടുമാണ് പുലർച്ചെ ഭൂചലനം വീണ്ടും ഉണ്ടായത്. പുലർച്ചെ 3:56 ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തൃത്താല, ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ മാത്രമായിരുന്നു പ്രകമ്പനത്തിന്റെ ദൈർഘ്യം. കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, വേലൂർ മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ഇന്നലെ ഈ സമയത്ത് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ടത്. ഈ സ്ഥലങ്ങളിൽ തന്നെയാണോ ഉണ്ടായിരിക്കുന്നത്? മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉണ്ടായിരിക്കുന്ന അതേ പ്രദേശങ്ങളിൽ തന്നെയാണ്. അതിന്റെ കുറച്ച് കുറവാണ്. ഇന്നലെ ഉണ്ടായിരിക്കുന്ന അത്ര പ്രദേശങ്ങളില്ല. അതിന്റെ ആ ഒരു ഭാഗങ്ങളിൽ തന്നെയാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3:56 വളരെ തീവ്രത കുറഞ്ഞ ഭൂചലനം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇന്നലെയും ഇതുപോലെ തന്നെ ഇന്നലെ 8:15 ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് പുലർച്ചെയാണ്. ഈ ദേശമംഗലം ഭാഗങ്ങളിൽ മുമ്പും ഇതുപോലെ തന്നെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഭൂചലനത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് എന്നൊക്കെ വിദഗ്ധർ ഇത് സംബന്ധിച്ച് വിലയിരുത്തിയതും കൂടിയാണ്. ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത് ആനക്കര, കപ്പൂർ, തിരുമറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ് ഭൂചലനം അനുഭവപ്പെട്ടത് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഇത് തൃശ്ശൂരുമായി അതിരിടുന്ന പ്രദേശമാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളാണ്. ഇന്നലെ ഇതുപോലെ തന്നെ കുന്നംകുളം ഭാഗത്ത്, അതുപോലെ തന്നെ ചൊവ്വല്ലൂർ ഭാഗത്ത്, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിലെല്ലാം തന്നെ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കൂറ്റനാടിന്റെ ചില ഭാഗങ്ങൾ ഇന്നും ഏകദേശം ആ ഒരു പ്രദേശം തന്നെയാണ് ഇത്. ഈ തൃശ്ശൂരുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ തന്നെയാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആളുകൾ ഇപ്പോൾ ഒരു പരിഭ്രാന്തരായിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ ഭൂചലനത്തിനിടയിൽ ഷെൽഫിലുണ്ടായിരുന്ന പാത്രങ്ങളും മറ്റും താഴോട്ട് വീഴുന്ന സംഭവം ഉണ്ടായി. ഭൂമിക്ക് അടിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതായും ഉൾപ്പെടെ ആളുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആളുകൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല രാവിലെ പകലത്തെ പോലെ. എങ്കിൽ പോലും ഭൂചലനം അനുഭവപ്പെട്ടതായി ആളുകൾ പറയുന്നു. നമുക്ക് ഈ ചില ദൃശ്യങ്ങളിലൊക്കെ വീടുകളിൽ ചില വിള്ളലുകൾ കണ്ടതായി ഒക്കെയുള്ള ചില വിവരങ്ങളുണ്ട്. ഈ കാര്യമായ നാശനഷ്ടങ്ങൾ, ആളുകൾ ഭയചകിതരായി എന്ന് സ്വാഭാവികമാണ്. അതിനപ്പുറത്തുള്ള കാര്യമായ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് ഇന്നലെ ഈ വിദഗ്ധരൊക്കെ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചു എന്നും വ്യക്തമാകുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും മറ്റും എത്തിയവർ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ടോ വിനേഷ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രഞ്ജിത്ത്, ഇവിടെ ഈ ദേശമംഗലം, അതുപോലെ തന്നെ ഈ ആനക്കര, ഈ പ്രദേശങ്ങൾ ഭൂചലന സാധ്യതയുള്ള പ്രദേശമാണെന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെയുണ്ട്. ഈ വിദഗ്ധ സംഘം ഇവിടെ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ സാധാരണ ഒരു ഇന്നലെ ഉണ്ടായിരിക്കുന്ന റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയിട്ടുള്ളത് തീവ്രത. അതുകൊണ്ട് തന്നെ ചെറിയൊരു ചലനം മാത്രമാണ്. അത് കാര്യമാക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ എന്തായാലും ഇതിന്റെ ഒരു വിദഗ്ധ പഠനം ഉണ്ടാവും. ഇന്നലെ യഥാർത്ഥത്തിൽ ഇതിന്റെ ജിയോളജി വിഭാഗവും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും എല്ലാം സംയുക്തമായുള്ള ഒരു സംഘമാണ് ഇന്നലെ ഇവിടെ എത്തി പരിശോധന നടത്തിയത്. അതിൽ കൂടുതൽ വിദഗ്ധ സംഘം പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈ പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിൽ ആ ഭാഗങ്ങൾ, ദേശമംഗലം, തിരുമറ്റക്കോട് ഭാഗങ്ങളിലെല്ലാം തന്നെ മുമ്പും ഇതുപോലെ തന്നെ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യമാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അധികൃതർ. എന്തായാലും ആളുകൾ പരിഭ്രാന്തരാണ്. ആളുകൾക്കിടയിൽ ഭീതിയുണ്ട്. പക്ഷേ നിലവിൽ ഇതിൽ ആളുകൾ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ഇന്നലെയും ഇന്നും തുടർച്ചയായി ഉണ്ടായ ആ ഒരു ഭൂചലനം യഥാർത്ഥത്തിൽ ആളുകളിൽ വലിയ തോതിൽ തന്നെ ഭീതി നിറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് ഈ പഞ്ചായത്തും മറ്റ് അധികൃതരുമൊക്കെ ജനങ്ങൾ, നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥ ഇനി എപ്പോൾ ആണെങ്കിലും സംഭവിക്കാമെന്നൊരു പ്രശ്നം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണമല്ലോ. പ്രത്യേകിച്ചും ഈ വെളുപ്പിന് സമയത്തൊക്കെയാണ് ഭൂചലനം ഉണ്ടാകുന്നത്. ഈ തുടർച്ചയായ ഭൂചലനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ നൽകണമല്ലോ. അത്തരം എന്തെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? കാരണം അസ്വാഭാവികമാണ്, നമുക്ക് അത്ര പരിചയമില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ ജാഗ്രത വേണ്ടിവരും, കൂടുതൽ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അത്തരം എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? എന്തായാലും ഇനി അതിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ സാധാരണ ഒരു ഭൂചലനം എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ കണ്ടിരുന്നത്. ഇപ്പൊ തുടർച്ചയായി 2ാം ദിവസവും കൂടി അതേ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ തുടർ നടപടി എന്താണ് എന്നുള്ളത് തന്നെയായിരിക്കും അധികൃതർ ആലോചിക്കുക. കാരണം അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിൽ ആളുകളെ മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം തീവ്രതയുള്ള ഭൂചലനങ്ങളോ മറ്റോ ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ ശാസ്ത്രീയമായ പരിശോധനകളും പഠനങ്ങളും ആവശ്യമാണിതിൽ. അപ്പൊ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഇതുവരെയും അത്തരത്തിൽ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ സാധാരണ നിലയിൽ പരിശോധന നടത്തി പോവുക മാത്രമാണ് ഈ സംഘം ചെയ്തിട്ടുള്ളത്. അതായത്
ഈ ജിയോളജി വിഭാഗം ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്നും തുടർച്ചയായി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വീണ്ടും മറ്റേതെങ്കിലും രീതിയിലുള്ള വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ, സാധാരണ നമുക്കറിയാം ഈ ഭൗമശാസ്ത്ര വിദഗ്ധ സംഘമാണ് എത്താറുള്ളത്. അത്തരത്തിലുള്ള സംഘം എത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും അത് സംബന്ധിച്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാലക്കാട്, തൃശൂർ മേഖലകളിലാണ് ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഭൂചലനം ഇന്നലെയും ഇന്നുമായി അനുഭവപ്പെടുന്നത്. ഇന്നലെ സമാനമായി തന്നെ ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും പുലർച്ചെ 3:56 തൃത്താല, ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിലാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത് എന്നത് പ്രധാനമാണ്. തൃശ്ശൂരിലാകട്ടെ കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, വേലൂർ മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുലർച്ചെ 3:56 ഈ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിനേഷ്, ഈ പുലർച്ചെയാണ് ഇന്നലെയും ഉണ്ടായത്, ഇന്നും സമാനമായി തന്നെ ഭൂചലനം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഭീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി? നമ്മൾ സാധാരണ ഈ ഭൂചലനമൊക്കെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ദൃശ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വീടുകളും റോഡുകളും സ്ഥലങ്ങളുമൊക്കെ ഇങ്ങനെ വല്ലാതെ പ്രകമ്പനം കൊള്ളുക, അങ്ങനെയല്ലല്ലോ അല്ലേ? ഇതിനൊരു ചെറിയ തരത്തിലുള്ള പ്രകമ്പനം മാത്രമാകുമ്പോൾ ചിലപ്പോൾ ഇത് അനുഭവപ്പെടാത്ത അല്ലെങ്കിൽ അറിയാത്ത പ്രദേശങ്ങളും ഉണ്ടാകുമല്ലോ ഈ ഭൂചലനം സംഭവിച്ചാൽ തന്നെ. രഞ്ജിത്ത്, ഇന്നലെ 8:15 രാവിലെ. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഇന്ന് നടന്നത് പുലർച്ചെയാണ്. പുലർച്ചെ 3:56 ഇന്നലെ ഭൂമിക്ക് അടിയിൽ നിന്ന് വലിയൊരു ശബ്ദമുണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് പുലർച്ചെ ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ ആളുകൾ, കാരണം സാധാരണ നമുക്കറിയാം ആ സമയങ്ങളിലെല്ലാം തന്നെ നല്ല ഉറക്കത്തിന്റെ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം അങ്ങ് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഷെൽഫിലും മറ്റും വെച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ ശബ്ദം, ചെറിയ ഒരു വിറയൽ അനുഭവപ്പെട്ടു. അതിനൊരു വിറയൽ, നമുക്ക് സാധാരണ വിറയലിന്റെ ഒരു ശബ്ദം ഉണ്ടാവില്ല, ആ ശബ്ദം അനുഭവപ്പെട്ടു. ഇന്നലെ അത് തന്നെയായിരുന്നു സാഹചര്യം. അപ്പൊ അത് കണ്ട ആളുകൾ, ആ വിറയൽ കണ്ടതും ആളുകൾക്ക് സംഭവം മനസ്സിലായി, ഭൂചലനമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഒരു പ്രഭാവ കേന്ദ്രം കൂടിയാണ് ഈ ദേശമംഗലം, അതുപോലെ തന്നെ ആനക്കര, ഈ പഞ്ചായത്തുകളിലെ ചില ഭാഗങ്ങൾ എന്നുള്ളതാണ്. കാരണം മുമ്പും ഇവിടെ പലതവണ ഇത്തരത്തിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ആളുകൾക്ക് ഇത് കൃത്യമായി തന്നെ അറിയാം. എന്നാലും ആ ഒരു വിറയൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്നലത്തെ സാഹചര്യത്തിൽ ഇന്നലെ ഭൂമിക്കടിയിൽ നിന്ന് ഒരു പ്രത്യേകതരം ശബ്ദവും പ്രകമ്പനവും ഉണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത്. അത് ഇന്ന് പുലർച്ചെ ഉണ്ടായതിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പൊ എന്തായാലും ആ ഒരു അവസ്ഥ മാത്രമാണ് ഉള്ളത്. എന്തായാലും പാത്രങ്ങൾ മറ്റും ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന പോലുള്ള ശബ്ദം ഉൾപ്പെടെ ആളുകൾ കേട്ടതിന് ശേഷമാണ് ആളുകൾ എഴുന്നേറ്റത്. ചെറിയൊരു ചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു തീവ്രത അതിനില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വിനേഷ് കുമാറാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത്. ഏതായാലും പാലക്കാട്, തൃശ്ശൂർ മേഖലകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ ഭൂചലനം എന്നൊക്കെ പറയുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളിലും മറ്റുമാണ്, ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി ഭൂചലനം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൻ്റെ തീവ്രത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിലും മറ്റുമാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലം അത് ശാസ്ത്രജ്ഞരൊക്കെ ഗൗരവമായി കാണുന്നുമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.